ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളോട് ചെയ്യാൻ പോകുന്നത് സിമ്പിൾ ചെമ്മീൻ റോസ്റ്റാണ്. ഇതിലേക്ക് നല്ലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ വീഡിയോൻ്റെ ലാസ്റ്റ് ഉണ്ട്, എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അത് കാണണേ. 210 ഗ്രാം ചെമ്മീൻ കഴുകി വാരി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വലിയൊരു സവോള, വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, കുറച്ച് കറിവേപ്പില, പൊടികളായിട്ട് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ഇച്ചിരി വെളിച്ചെണ്ണ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ അത് നമ്മൾ ചേർത്ത് നമ്മൾ ഈ ചെമ്മീൻ മാരിനേറ്റ് ചെയ്ത് ഒരു 15 മിനിറ്റ് വെക്കുകയാണ്. അത് മിക്സ് ചെയ്യാനായിട്ടുള്ള പൊടികളാണ് നമ്മളിപ്പോൾ എടുത്തത്. അത് മിക്സ് ചെയ്ത് അത് മാരിനേറ്റ് ചെയ്ത് നമ്മളത് ഫ്രൈ ചെയ്യാണ് 15 മിനിറ്റിന് ശേഷം. ഫ്രൈ ചെയ്ത് ഈ സെയിം ഓയിലിൽ തന്നെയാണ് നമ്മൾ അതിനുള്ള മസാല ഉണ്ടാക്കിയെടുക്കുന്നത്. പറഞ്ഞ് മറക്കണ്ട, ഇതിൻ്റെ ലാസ്റ്റ് ഒരു സ്പെഷ്യൽ ഒരു റെസിപ്പി ചേർക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ള വരുന്ന സംഭവം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇത് ഫ്രൈ ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ ആ സെയിം ഓയിലെടുത്തു. അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ആദ്യം ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് നമ്മൾ ഇഞ്ചിയും കൂടെ ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്ത് അത് രണ്ടും കൂടെ നല്ലൊരു ബ്രൗൺ കളറാവും ആ ഒരു സമയമാകുമ്പോഴാണ് നമ്മളതിലേക്ക് സവോളയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കറിവേപ്പില ഞാനിപ്പോൾ ഇച്ചിരി എടുത്തിട്ടുള്ളൂ, കാരണം നമ്മൾ ഈ നാട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ഇച്ചിരി കറിവേപ്പില ഉള്ളതുകൊണ്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ. കറിവേപ്പില ധാരാളം ഉള്ളവർക്ക് നിറയെ ഇട്ട് കൊടുക്കുക കേട്ടോ. കറിവേപ്പില കറിയിൽ നല്ല ടേസ്റ്റാണ്. അതുപോലെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. സവോള ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ചോപ്പറിൽ നല്ല വലുപ്പത്തിലല്ല, ഒന്ന് മീഡിയം സൈസിൽ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. കറി ഇച്ചിരി തിക്നെസ് വരാൻ നല്ലതാണ് കേട്ടോ. അത് നന്നായി മിക്സ് ചെയ്ത് സവോളയും ഒക്കെ നല്ല ബ്രൗൺ കളറായി കഴിഞ്ഞാൽ 1 സ്പൂൺ മുളക് പൊടി ഇടാം. അതുപോലെ തന്നെ അതിലേക്കൊരു 3/4 സ്പൂൺ ഞാൻ ഒരു ഗരം മസാല ഇട്ടിട്ടുണ്ട്. പിന്നെ കുരുമുളക് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇച്ചിരി ഒരു കാശ്മീരി പൗഡർ ഇട്ടിട്ടുണ്ട്, കാരണം ഒരു കളർ വരാൻ വേണ്ടിയിട്ട് മാത്രം. അതിനുശേഷം നന്നായി മിക്സ് ചെയ്യുക, അതിൻ്റെ പൊടിയൊക്കെ മാറാനായിട്ട്. പിന്നെ ഇതിലൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ തക്കാളിയാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തക്കാളിയാണ്. തക്കാളി നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം അല്ലെങ്കിൽ യൂസ് ചെയ്യാം. ഞാനൊരു മീഡിയം സൈസ് തക്കാളി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പും കൂടെ ഒഴിച്ചിട്ട് അത് നന്നായി ഒരു ഗ്രേവി തിക്നെസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾ വേവിക്കാൻ വെച്ചാൽ മതിയിട്ട്, കാരണം ഒന്ന് ഫ്രൈ ചെയ്ത് വെന്തതാണ്. 10 മിനിറ്റ് നമ്മളൊന്ന് മൂടി വെച്ച് 10 മിനിറ്റിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുമ്പോഴത്തേനും അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് വറ്റി വന്നിട്ടുണ്ടാവും. ഇനിയാണ് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ഇതിൽ ആഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1/4 കപ്പ് നമ്മുടെ ഇതിലേക്ക് നമ്മളൊരു 1/4 കപ്പ് തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട് കേട്ടോ. ആ തേങ്ങാപ്പാലാണ് ഇതിൻ്റെ ഏറ്റവും ടേസ്റ്റ് കൂട്ടുന്നത്. ലാസ്റ്റായിട്ട് നമ്മൾ ചേർക്കുന്നതാണ്. ലാസ്റ്റായിട്ട് 1/4 കപ്പ് തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ്, സൂപ്പർ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ.